അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങയുടെ മക്കള് അവരുടെ ജീവിതത്തിൽ ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ തിരുസേന കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, ഇൻ്റർവ്യൂവിന് പോകുന്നവരെ, വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രേഖകളുടെ മേലെല്ലാം നിന്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാഹകയായി നിന്നവളെ, മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത്. ആദ്യമേ അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആശീർവദിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട്, വാങ്ങാൻ പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങയുടെ തിരുസനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അതുപോലെ തന്നെ ഈശോയെ, പലതരത്തിലുള്ള കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ, വലയുടെ കേടുപാടുകൾ, സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക, സ്ഥിരമായി വലക്ക് കേടുപാട് വരിക, അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുവകൾ, ഇംപ്യൂട്ട്സിനെ, മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാർഡുകളും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവെ, നിൻ്റെ തിരുമുറിവാർന്ന വരദകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം. വിദേശ യാത്ര ചെയ്യുന്നവരെ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, അവരുടെ പാസ്പോർട്ടുകൾ, വിസ, അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഈശോ നിൻ്റെ തിരുവാർന്ന വരദകരം ആണിപ്പെടുന്ന അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈദാഖാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന തടസ്സങ്ങളെ, ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ശക്തിയാലും കർത്താവിനും കൃപാസ്ഥാനം ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാലും അത്താരി നടന്ന 16 ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ മേലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭദീർഘമായ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനെ രേഖകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരുടെ വിതയ്ക്കുന്നു അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവെ, കണ്ണുനീരുടെ പോകുന്നവർ, ആശങ്കയോടെ പോകുന്നവർ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരൂപിയെ പരിശുദ്ധാത്മാവിനെ ദ ജോയ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നു. കർത്താവ്, വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട്, അവരുടെ താക്കോലുകൾ, അവരുടെ ലൈസൻസ് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ള കർത്താവ് ആ ദൂതനെ അയച്ചു തരികയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന് കർത്താവ് യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ ആ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിനും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ അവിചാരം ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ഫയർ ഫിംഗർ, സോക്ക് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ്, ലോർഡ് ഇൻഫ്യൂസ് ദ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മൾ ഡെയിലി ബ്രെഡ് കാണുന്നവർ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിന് നിങ്ങൾ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട്. ഡെയിലി ബ്രെഡിൻ്റെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളനുസരിച്ച് തീരുമാനമെടുക്കുകയും നിങ്ങൾക്കത് അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കർത്താവ് എളിയ എന്നെ ഉപകരണമാക്കി എടുക്കണമല്ലോ എന്ന് നോക്കുമ്പോൾ ദൈവത്തോട് എനിക്ക് ആദരവും അനൽപമായ നന്ദിയുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിന് എപ്പോഴും ഉള്ളാവുന്ന ഒരു തലമെന്ന് പറയണത് വിശ്വാസത്തിൻ്റെ ഒരു തലമെന്ന് പറയണത് ഏറ്റുപറച്ചിലാണ്. ഏറ്റുപറച്ചിലിന് റെഡിയല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉടുപ്പെടുത്തിടാതിരിക്കും നല്ലത്. വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കായിട്ട് ഏറ്റുപറച്ചിലാണ്. ഇപ്പം ചില പറയല്ലേ, അവനവൻ്റെ വിശ്വാസം അവനവൻ്റെ ഉള്ളിലുള്ള സ്വകാര്യമല്ലേ. വിശ്വാസത്തിനൊരു സ്വകാര്യതയില്ല. സത്യദൈവത്തിലാണെന്ന് വിശ്വസിക്കണമെങ്കിൽ സ്വകാര്യമില്ല. വല്ലതിനും വിശ്വസിക്കുകയാണെങ്കിൽ സ്വകാര്യത ഉണ്ട്, അതിൻ്റെ സ്വകാര്യമായ കാര്യമാണ്. ചിലപ്പോൾ അത് വിശ്വാസം അന്ധവിശ്വാസമാകാം, നാട്ടുകാരറിഞ്ഞ കാര്യമില്ല, അവർക്കും ഗുണമില്ല എന്ന് പറയും. ഇത് അങ്ങനെയല്ല. നമ്മൾ സത്യദൈവത്തെ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരെ അറിയണം, അവർക്കത് ദൈവത്തെ കൊണ്ട് ഗുണം ഉണ്ടാകണം. അതെന്ത് ചെയ്യണം? ഏറ്റുപറയണം. അതാണ് ഈശോ പറയണത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയാം. അത് അന്ത്യം വരെ അത് അനുഗ്രഹം നിൽക്കുന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഈ അധരം കൊണ്ട് ഏറ്റുപറയാവുന്നത്, ഇപ്പം നമ്മൾ ജോമാർ ചെല്ലണത് അധരം കൊണ്ട് ഏറ്റുപറച്ചിലാണ്. പ്രാർത്ഥിക്കണ എല്ലാം അധരം കൊണ്ടുള്ള ഏറ്റുപറച്ചിലാണ്. പക്ഷേ ഏറ്റുപറച്ചിനൊരു കുഴപ്പമുണ്ട്. സ്വകാര്യമായിട്ട് ഏറ്റുപറയാം, അതിനൊരു മാർക്കുണ്ട്. പക്ഷേ സാമൂഹ്യമായിട്ട് ഏറ്റുപറയാം. മത്തായി 10:32 മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോഴേ ഈ മുറി അടച്ചിട്ട് ഇരുന്ന് മൂലക്കിരുന്നുകൊണ്ട് ഏറ്റുപറയണമല്ല. അതിൻ്റെ ക്വാളിറ്റിയുള്ള, ഗ്രാവിറ്റിയുള്ള, മാർക്കുള്ള ഏറ്റുപറച്ചിൽ എന്താണ്? വിശ്വാസം ഏറ്റുപറച്ചിലാണ്. അതെന്താ ഏറ്റുപറയണം? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ആ പ്രാർത്ഥന അങ്ങ് സ്വർഗം വരെ എത്തി. സ്വർഗം വരെ എത്തണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണത്? പിതാവിൻ്റെ അടുത്തെത്തി. മനസ്സിലായില്ലേ? അത് ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ഏറ്റുപറച്ചിലൊരു സാമൂഹ്യമാനം ഉണ്ടാകണം. അത് മനുഷ്യരുടെ മുമ്പിലായിരിക്കണം. വ്യക്തിപരമായിട്ടുണ്ട്. അത് വെള്ളിയാണെങ്കിൽ
സമൂഹ പ്രാർത്ഥന സ്വർണ്ണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതിനെ കുർബാനൊന്നും മുടക്കരുത്. അല്ല, ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയാകില്ലെന്ന് ചോദിക്കുന്നത് വിവരക്കേടും വെളിവില്ലായ്മയുമാണ്. അവൻ്റെ അവിശ്വാസത്തിന് മറപിടിക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന ജാട വർത്തമാനങ്ങളൊക്കെ അതിലൊന്നും നിങ്ങൾ വീടെടുത്ത് ശരിക്കും പറഞ്ഞാൽ. കാര്യം 10 മനുഷ്യരുടെ മുമ്പിൽ നമ്മൾക്ക് ക്രിസ്തുവിനെ വിശ്വാസം ഏറ്റു പറയാം. അത് നാക്ക് കൊണ്ട് പറയുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മനുഷ്യർ അതിൻ്റെ അകത്തൊരു ഇപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത്, സാഹിത്യ അക്കാദമി പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അക്കാദമി മുതൽ അയ്യന്തോൾ വരെ അവിടെയാണ് ഞാൻ താമസിച്ച് ഉറങ്ങണത്. അപ്പം തമ്പുരാൻ സാഹിത്യ അക്കാദമിയുടെ കെട്ടിടമാണ്. അവിടെ വരെ എനിക്ക് വേണമെങ്കിൽ ഓട്ടോക്ക് പോകാം. ഞാൻ അക്കാദമിയിൽ നിന്ന് വന്ന് റൗണ്ട് സൗത്തിൽ കയറിയിട്ട് നേരെ അയ്യന്തോളിലോട്ട് നടന്നാണ് പോണത്. എങ്ങനെ നടന്നു പോകും? നടന്നു പോകുമ്പോൾ വലിയ കൊന്ത കയ്യിലുണ്ടാവും. എന്താണെന്നറിയാമോ? ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ. എന്തിനാണ് ഞാൻ ജപമാല ചൊല്ലണത്? എന്തിനാ? അവിടെ മുഴുവൻ കടകളുണ്ട്, കുറേ കത്തോലിക്കരുണ്ടാവുമല്ലോ ആ കടകളിലൊക്കെ. അപ്പോൾ ആരെങ്കിലും ഈ കടയൊക്കെ അടച്ച് വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥന ചെല്ലിയല്ല അല്ലെന്ന് ചോദിക്കും അവർ, അത്രേ ഉള്ളൂ. അപ്പോൾ ചെല്ലിയെന്ന് അവർ പറയുകയും ചെയ്യും. ഇവർ പല അണ്ണന്മാരും പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് വീട്ടിൽ എത്താൻ വേണ്ടി എത്ര ഇരിക്കുന്ന അണ്ണന്മാരും ഉണ്ടാകും. അവർക്കെല്ലാം ഒരു ബോധം ഉണ്ടാകണം. എന്തിനാണ്? ജപമാല പരസ്യമായിട്ട് ചൊല്ലി, അയ്യോ എത്ര നാളായി ഞങ്ങളുടെ വീട്ടിൽ ജപമാല ചൊല്ലിയിട്ട് എന്ന് എന്നെ കണ്ടാൽ തോന്നണം. അത് വിശ്വാസത്തിൻ്റെ സാമൂഹ്യ പ്രഖ്യാപനമാണത്. ഇപ്പം നമ്മൾ ദേവാലയത്തിൽ പോകുന്നില്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താണ്ട് പള്ളി പരാജയതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ആ പ്രദേശത്ത് നിന്ന് ആരും വരണില്ല അച്ഛാ എന്ന് പറയും. അതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയണത്. നമ്മുടെ പ്രദേശത്ത് നിന്ന് ആരും വരാത്തപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മൾ അവിടെ പോയാലുണ്ടല്ലോ നമുക്ക് 5 മാർക്കേ ഉള്ളൂ. ഇവിടെ പോയാൽ ആരും വരണില്ല, നമ്മൾ എഴുന്നേറ്റ് പോണ്. അപ്പൊക്കെ ഇത് 50 മാർക്കാണ്. പണ്ട് ഞങ്ങളുടെ നാട് പള്ളിത്തോട എൻ്റെ വീട്. ഇപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു തുരുത്തിലാണ്, ചുറ്റോട് ചുറ്റും വന്ന് ഇപ്പം കുറച്ച് സ്ഥലമൊക്കെ പൊക്കി ഞാൻ. അതായത് അവിടെ ഗവൺമെൻറ്റിന് എഴുതി കൊടുത്തു. ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു അക്കാഡമിക് സെൻ്ററായിട്ട് അത് ഉയർത്തിക്കൊണ്ട് വരികയും ഗവൺമെൻറ് എന്നെ സഹായിച്ചു, കൃപാസനത്തെ സഹായിച്ചു. 50 ലക്ഷം രൂപയോളം ഗവൺമെൻറ് തന്നു. ബാക്കി നമ്മുടെ കയ്യിൽ നിന്നിട്ടിട്ട് സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് ചെയ്യണം അവിടെ. അപ്പോൾ അവിടെ ആദ്യകാലങ്ങളിൽ ഞാനൊക്കെ 5ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ മുഴുവനും തുരുത്താണ്. അപ്പം മഴ വരുമ്പോൾ 6 ദിവസമൊക്കെ നിന്ന് പെയ്യണ മഴയാണ് അന്ന് ഉണ്ടാകണത്. 6 ദിവസം നിന്ന് പെയ്യണ മഴയാണ്. ഇന്നൊക്കെ പെയ്യണമെങ്കിൽ നമ്മുടെ അണക്കെട്ടൊക്കെ പൊട്ടുപെടാന്ന് പൊട്ടുക. അന്ന് അണക്കെട്ടൊക്കെ കുറവല്ലേ, 64 കാര്യമാണ് ഈ പറയണത്, 65. അപ്പം അങ്ങനെ വരുമ്പോൾ മുഴുവനും വെള്ളം കയറും. ഞാൻ വീട്ടിൽ വെള്ളം കയറിയിട്ട് കൊപ്ര ഉണക്കണ ഏരിയുണ്ട്, അതിൻ്റെ പുറത്ത് ഞാനും അപ്പച്ചനും കൊണ്ടിരിക്കുന്നവർക്കും ഉണ്ട്. ഞങ്ങളുടെ ഒരു കോഴി ഉണ്ടായിരുന്നു, കോഴിയും വന്ന് കയറിയിരിക്കും. അമ്മ അടുക്കള അവിടെ ഇവിടെയൊക്കെ വെള്ളത്തിലൊക്കെ അങ്ങനെ നടക്കും. 6 ദിവസം വെള്ളം നിന്ന് പോയി, വെള്ളം കയറിപ്പോയി. അപ്പം അതുമായിട്ട് നോക്കുമ്പോൾ ഈ പ്രാവശ്യം 2018 പ്രളയം ഉണ്ടായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അത്രയും വെള്ളം കയറിയിട്ടില്ല. എൻ്റെ 64 കയറിയ വെള്ളം എന്ന് പറയണത് ഏരിപ്പൊക്കെ 6 അടിയാണ് ഏരിയെന്ന്. ഏരിയുടെ തന്നെ പകുതി വരും, 3 അടി വെള്ളം അവിടെ കരക്ക് കൃത്യമായിട്ട് നിന്ന് വരുന്നു. അപ്പോൾ പുറത്ത് മറ്റുള്ള സ്ഥലത്തൊക്കെയുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആ ഒരു കാലത്തും അത് ആ വെള്ളം നിന്നിരുന്നത് ഞാനൊരു കൊച്ചു കൊടയും കൊണ്ട് ഞാൻ 1.5-2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഉണ്ട് പള്ളിയോട്ട് പോകാൻ. കാറ്റും മഴയും ഭയങ്കരമാണ്. പക്ഷെ അപ്പോഴും പള്ളിയിൽ പോകും. അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തു നിന്ന് 1-2 വീട്ടുകാരെ ആ സമയത്ത് ദിവസം പള്ളിയിൽ പോകത്തുള്ളൂ. അന്നൊക്കെ പോയതിൻ്റെയാണ് കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താ കാര്യം? നമ്മുടെ നാട്ടിൽ നിന്ന് ആരും പോകാതിരിക്കണം വിചാരിച്ച പള്ളിയിൽ നമ്മൾ മാത്രം പോകുമ്പോൾ അതിന് 80 മാർക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രദേശത്ത് എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ടെങ്കിൽ 8 മാർക്ക് കിട്ടത്തുള്ളൂ അതിന്. അപ്പോൾ നിങ്ങൾ പറയരുത് അയ്യോ ആരും വരാഞ്ഞ കൊണ്ടാണ് ഞാൻ വരാതെന്നൊക്കെ വന്നിട്ട് അതൊന്നും വിലപ്പോകത്തില്ല. ആരും വരാതിരിക്കുന്ന സമയത്തും ആരും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാതിരിക്കുന്ന സമയത്തും എടുക്കുമ്പോഴാണ് റിസ്ക് എന്ന് പറയുന്നത്. 10 പേരല്ലേ സുഖപ്പെട്ടത്, 9 പേരെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു വിജാതിനൊഴികെ ആ ഒരാളിന് എന്ത് വിലയാ? ഈ വിജാതിനൊഴികെ ആർക്കും വന്ന് നന്ദി പറയണമെന്ന് തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ശ്രീഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ഒരു നാണയം ഇടുമ്പോൾ, ഒരു ചില്ലിക്കാശ് ഇടുമ്പോൾ കുറേ എഴുന്നേറ്റ് നിന്നിട്ട് ഇപ്പോഴ് ഈ വിധവ എല്ലാവരും ആ കൂടുതൽ ഇട്ടെന്ന് പറയുമ്പോഴും ആ ഒന്നൊരു പ്രധാനമല്ലേ മക്കളെ? അതുപോലെ തന്നെയുള്ള 99 മഴ പ്രവർത്തി വിട്ടിട്ട്
നഷ്ടപ്പെട്ടു പോയ ആ ഒന്നിന് വേണ്ടി പോകുന്ന ഒന്നിൻ്റെ തമ്പുരാനില്ലേ, ആ തമ്പുരാൻ, ആ ഒന്നെന്ന് പറയണതും 9 എന്ന് പറയണതും ദൈവത്തിന് ഒരുപോലെയാണ്. എൻ്റെ പേര് അഞ്ജു ജിജോ. ഞാൻ ഇറ്റലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ പപ്പ മാണിക്കുഞ്ഞ്, ഇതെൻ്റെ മകൻ ജോർജ് ജിജോ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 സെപ്റ്റംബർ 12 തീയതിയാണ്. അതിനു മുൻപേ തൊട്ട് എനിക്ക് ഹെവി ബ്ലീഡിംഗ് ആയിട്ട് യൂട്രസിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. യൂട്രസ് താഴേക്ക് ഇറങ്ങി വരികയുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡിയാൻസ് ചെയ്ത് മെറീൻ ഇട്ടു. ഇപ്പോൾ എൻ്റെ ഹെവി ബ്ലീഡിങ് നിന്നിട്ടുണ്ട്. യൂട്രസ് ഇറങ്ങി വരുന്നത് മൂലം എനിക്ക് ഒന്ന് നടക്കുവാനോ സ്റ്റെപ്പ് കയറുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. ഡോക്ടർ സജസ്റ്റ് ചെയ്തത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്നായിരുന്നു. അന്ന് എനിക്ക് 40 years ആയിരുന്നതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തു 5 വർഷം മെറീനയുടെ കാലാവധി കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. പക്ഷേ മാതാവും ദൈവവും അനുഗ്രഹിച്ച് എനിക്ക് ഇതുവരെയും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നവും എനിക്ക് സംഭവിച്ചിട്ടില്ല. അടുത്തതായിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം, എൻ്റെ ഹസ്ബൻഡിന് 2020 വിസ വെച്ചിട്ട് അത് 6 പ്രാവശ്യം റിജക്റ്റ് ആവുകയും 4 ലക്ഷത്തോളം ഫൈൻ അടയ്ക്കുവാനായിട്ട് വരികയും ചെയ്തു. ഞാൻ 2022 4.5 വർഷം കൂടിയാണ് ഞാൻ ആദ്യമായി നാട്ടിലേക്ക് വിസ കിട്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഹസ്ബൻഡിൻ്റെ വിസയുടെ കാര്യം വെച്ചിരുന്നു. ഞാൻ തിരിച്ചു ചെന്ന് വിസയുടെ കാര്യം മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ച് തിരിച്ചു ചെന്ന് 4 മാസത്തിന് ശേഷം ഹസ്ബൻഡിന് 4 ലക്ഷം രൂപ ഫൈൻ ഇല്ലാതെ വിസ കിട്ടി ദൈവം അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2024 മകൻ്റെ എനിക്ക് 2 മക്കളാണ്. 2 മക്കളുടെയും കുർബാന സ്വീകരണത്തിൻ്റെ ഡേറ്റ് എടുത്തു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 5 മാസം കൊണ്ട് കിട്ടുന്ന എൻ്റെ പുതുക്കിയ വിസയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ വിസയും കിട്ടാനായിട്ട് 10, 11, 12 മാസങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മെറിറ്റിൽ വിശ്വസിച്ച് ഞാൻ അവിടുത്തെ വക്കീലിന് പൈസ കൊടുത്ത് ഹസ്ബൻഡിൻ്റെ വിസ എടുക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ഞാൻ ആദ്യമേ തന്നെ ഒക്ടോബറിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഹസ്ബൻഡിന് മാർച്ച് 31 വിസ നൽകി അനുഗ്രഹിക്കണമേ എന്ന്. പക്ഷേ എൻ്റെ മെറിറ്റിൻ്റെ ഒരു ഇതുകൊണ്ടും എനിക്ക് കിട്ടിയില്ല. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ആ ഇതിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് വിസ കിട്ടുകയും എൻ്റെ പുതുക്കിയ വിസയും അത്ഭുതകരമായി 6 മാസം കൊണ്ട് കിട്ടി. ഞങ്ങൾ ഏപ്രിൽ നാട്ടിൽ വരികയും എൻ്റെ മക്കളുടെ കുർബാന സ്വീകരണം നടത്തി പോകുവാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ പപ്പയുടേതാണ്. എൻ്റെ പപ്പയ്ക്ക് 2 വർഷമായി വയറുവേദനയായിട്ട് ചെറുകുടലിന് ഒരു ചെറിയ സിസ്റ്റ് ഉണ്ടായിരുന്നു. പപ്പ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു, നിർത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തു പുക വലിക്കരുതെന്ന്. പക്ഷേ പപ്പ അത് ഞങ്ങളെ കാണാതെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 2024 ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് വീണ്ടും വയറുവേദന വരികയും CT എടുക്കുകയും അതിൽ ഒരു ചെറിയ സിസ്റ്റ് കാണുകയും അത് വലുതായി, അത് പൊട്ടാറായി, എമർജൻസിയായി ഞങ്ങളൊരു വെള്ളിയാഴ്ച കുത്താട്ടുകുളം ദേവമാതാ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റായി. പക്ഷേ സർജറി പറഞ്ഞപ്പോൾ പപ്പ പേടിച്ച് പപ്പയ്ക്ക് BP ആയി. പപ്പ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. അങ്ങനെ പപ്പയ്ക്ക് പൊട്ടാസ്യം സോഡിയം എല്ലാം കൂടി പപ്പ ഡിസോറിയൻറ്റഡ് ആയി. പപ്പ ICUലാക്കി. പപ്പ ആരെയും തിരിച്ചറിയില്ല. പപ്പയുടെ കൈകാലുകളെല്ലാം കെട്ടിയിട്ട് പപ്പ ICUലായി. വെള്ളിയാഴ്ച തൊട്ട് പപ്പയ്ക്ക് ഒരു ഭക്ഷണവും നൽകുന്നില്ല, ഓൺലി IV ഫ്ലൂയിഡ്. അത് കഴിഞ്ഞ് ബുധനാഴ്ച വരെ അവർ കൊളോണോസ്കോപ്പി ചെയ്യാൻ നോക്കിയിട്ട് പപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ബുധനാഴ്ചയായപ്പോൾ അവർ പറയുകയാണ്, പപ്പ ഒരു ദിവസം എന്നെ കയറി കാണാൻ അനുവദിച്ചപ്പോൾ പപ്പ പറയാൻ പറ്റത്തില്ല നമുക്കതെങ്ങനെയാണെന്ന്. പപ്പ അതേ അവസ്ഥയിലായി. അവർ പറയുകയാണ് ഒന്നുകിൽ കാരിത്താസിലേക്ക് അല്ലെങ്കിൽ മാർസ് ലീവാനിലേക്ക് എത്രയും വേഗം ഷിഫ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ ICU ആംബുലൻസിൽ പപ്പേനെ കാരിത്താസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ അപ്പോൾ തന്നെ സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അവിടെ ചെന്നവർ ഒന്നോടെ ഒരു MRI എടുത്തു. അപ്പം തന്നെ സർജറി ചെയ്തു. 90% റിസ്ക്, 50-50 ചാൻസ്. എഴുതി ഒപ്പിട്ട് തന്നെ പപ്പയെ തിരിച്ചു കിട്ടില്ല. അതേ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പപ്പേനെ ഒന്നും അറിയിച്ചില്ല, മമ്മീനെ ഒന്നും അറിയിച്ചില്ല. ഞാനും എൻ്റെ ചേച്ചിയും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ സഹോദരനും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു. പക്ഷേ പപ്പ കയറാൻ നേരം ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, മോനെ പപ്പ 6 ദിവസമായി വെള്ളം കുടിച്ചിട്ട് ഇച്ചിരി നാരങ്ങ വെള്ളം മാത്രം പപ്പയ്ക്ക് തരുമോ എന്ന്. അപ്പോൾ എനിക്കും എൻ്റെ ചേച്ചിക്ക് അത് ഭയങ്കര ഒരു സങ്കടമായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പപ്പേ ഇതിലെ പപ്പേനെ കയറ്റും, ഞങ്ങൾ അപ്പുറത്തെ വാതിക്കിലെ പപ്പയ്ക്ക് നാരങ്ങ വെള്ളമായിട്ട് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു. ഉറപ്പാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു അതെ ഉറപ്പാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ 5 മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു. വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നു പപ്പയുടെ സർജറി നടന്നത്. ചെന്ന വഴിയെ പപ്പയെ വെന്റിലേറ്ററിലാക്കിയായിരുന്നു. അങ്ങനെ ആ സർജറി സക്സസ് ആയി. ചെറുകുടൽ കട്ട് ചെയ്ത് പപ്പയുടെ കൊളോസ്റ്റമി ബാഗ് പുറത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു 5 ദിവസം പപ്പ വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എണ്ണയും എല്ലാം ഞങ്ങൾ പപ്പയുടെ വയറിൽ ഓരോ പ്രാവശ്യം കയറുമ്പോൾ അകത്ത് കയറി കാണുമ്പോഴും ഞങ്ങൾ പപ്പയെ വയറിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 10 ദിവസത്തോളത്തിനുള്ളിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോരാനുള്ള ഭാഗ്യം ലഭിച്ചു.
അപ്പോൾ അവർ പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ വന്ന് 1 മാസം കഴിയുമ്പോൾ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ വൻകുടലിൻ്റെ കൊളോണോസ്കോപ്പി എടുക്കണം, എങ്കിലേ ബാഗ് അകത്തേക്കിട്ട് പപ്പയ്ക്ക് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ തിരിച്ച് ഇറ്റലിക്ക് പോയായിരുന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും. ഞാൻ അവിടുന്ന് വിളിക്കുമ്പോൾ ഇന്ത്യ സമയം 12:45 എൻ്റെ സിസ്റ്റർ പറഞ്ഞു, എടി പപ്പയെ അകത്തേക്ക് കൊളോണോസ്കോപ്പിക്ക് കയറ്റിയെന്ന്. 1:15 എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, കൊളോണോസ്കോപ്പിക്ക് കയറ്റിയ എൻ്റെ പപ്പയുടെ വൻകുടൽ റപ്ചറായിപ്പോയി, പപ്പയുടെ വയറ് മുഴുവൻ ഡിസ്റ്റൻ്റായി, പപ്പ വയറ് വീർത്ത് ആദ്യം ചെയ്ത് സ്റ്റിച്ചെല്ലാം പൊട്ടി, പപ്പ എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. പപ്പേനെ 3 ഡോക്ടർ 2-3 നേഴ്സുമാർ അങ്ങനെ എല്ലാവരുടെയും ഇതോടുകൂടി പപ്പേനെ വീണ്ടും CT എടുത്ത് അവരടുത്ത സർജറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിലും ഒരു ഹൈ റിസ്ക്, പപ്പയെ കിട്ടില്ല എന്ന് പറഞ്ഞു. നടന്നു പോയ പപ്പയെ വീണ്ടും വെന്റിലേറ്ററിലാക്കി. അത് കഴിഞ്ഞ് അവിടുന്ന് ആ സർജറി കീറിയ വയറ് തന്നെ വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് പപ്പയുടെ അവിടുന്നും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് പപ്പയുടെ 1 മാസത്തിനുള്ളിൽ 2 സർജറി ഒരേ സ്ഥലത്ത് തന്നെ നടത്തി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ജനുവരിയിൽ 3ാമത്തെ സർജറി കൊളോസ്റ്റമി ബാഗ് 6 മാസമായി പുറത്തായിരുന്നു. ഞാൻ വിദേശത്താണ്, എൻ്റെ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും പപ്പയുടെ ബാഗ് ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ജനുവരി 29 പപ്പയുടെ അടുത്ത സ്കാൻ ചെയ്തു. അപ്പം പറയുന്നു ചെറുകുടലിൽ പപ്പയ്ക്ക് വീണ്ടും സിസ്റ്റാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 10 അംഗ മെഡിക്കൽ ബോർഡ് കൂടി പപ്പേനെ വീണ്ടും കൊളോണോസ്കോപ്പിക്ക് സർജറി പറഞ്ഞതിൻ്റെ അന്ന് രാവിലെ വീണ്ടും കയറ്റുന്നു. അപ്പോൾ അവർ പറഞ്ഞു എയർ പുഷ് ചെയ്താൻ പറ്റത്തില്ല, ഞങ്ങൾ വാട്ടർ ഉപയോഗിച്ചാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്, അത് പൊട്ടിയാൽ രാവിലെ തന്നെ അപ്പം തന്നെ തിയേറ്ററിലേക്ക് എടുക്കും, അല്ല എങ്കിൽ പപ്പയുടെ സർജറി പോസ്റ്റ് ചെയ്ത് 2 മണിക്കായിരുന്നു. പക്ഷേ തലേ ദിവസം വരെ 10 അംഗ മെഡിക്കൽ ബോർഡ് കൂടി പറഞ്ഞ് അവിടുത്തെ സിസ്റ്റ് പിറ്റേ ദിവസം രാവിലെ സർജറിയുടെ ദിവസം വീണ്ടും കൊളോണോസ്കോപ്പി ചെയ്തപ്പോൾ അപ്രത്യക്ഷമായ സിസ്റ്റ് മാതാവ് അപ്രത്യക്ഷമാക്കി തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ പപ്പയുടെ വീണ്ടും ഒരു ഓപ്പൺ സർജറി പറഞ്ഞ് എടുത്ത് പപ്പയുടെ ഞങ്ങൾക്ക് കീ ഹോൾ വഴി പപ്പയുടെ ആ കൊളോസ്റ്റമി ബാഗ് അകത്തിട്ട് ഇപ്പം പപ്പ നോർമൽ രീതിയിലായി. പപ്പ എല്ലാ കാര്യങ്ങളും ചെയ്ത് പപ്പ ഇപ്പം നടക്കുന്നു. മാതാവ് അങ്ങനെ പപ്പയെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. അടുത്തതായി എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ്. 2 വർഷമായി അവന് വയറുവേദനയാണ്. അവൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലീഡിംഗ് ആയിരുന്നു അവന്. അങ്ങനെ ഞങ്ങൾ കൂത്താട്ടോളത്ത് ട്രീറ്റ്മെൻറ്റായി, കാരിത്താസിൽ ട്രീറ്റ്മെൻറ്റായി. അത് കഴിഞ്ഞിട്ട് അവനെ അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു, പീഡിയാട്രിക്ക് അവിടെയാണുള്ളത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അവിടെ കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി എല്ലാം ചെയ്തപ്പോൾ കൊളോണോസ്കോപ്പിയിൽ പ്രോക്ടൈറ്റിസും എൻഡോസ്കോപ്പിയിൽ ഹെവി ഗ്യാസ്ട്രൈറ്റിസുമായിട്ട് വന്നു. അപ്പോൾ അവന് 1 വർഷമായി മുഴുവൻ മരുന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം അവനെ കൊളോണോസ്കോപ്പിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വന്നു കഴിഞ്ഞപ്പം ഉടമ്പടി ഇതും എൻ്റെ വിസയുടെ ഇതും എടുത്തുകൊണ്ട് വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. പക്ഷേ അച്ഛനെപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്നെ കാണണമെന്ന് ആവശ്യമില്ല, നിങ്ങൾ മാതാവിൻ്റെ മുന്നിൽ നേരിട്ട് അപേക്ഷിച്ചാൽ മതിയെന്ന്. പക്ഷേ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഒരു മാതാവിൻ്റെ രൂപം പോലും എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല മാതാവ് എവിടെയാന്ന്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഓഫീസ് റൂമിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മാതാവ് അവിടെ ഇരിക്കുന്നു. ഞാൻ വേഗം മോനെ പിടിച്ചു നിർത്തി എൻ്റെ കയ്യിലിരുന്ന കൊന്ത ആ മാതാവിൻ്റെ രൂപത്തെ തൊട്ട് അവൻ്റെ കഴുത്തിലിടിയിപ്പിച്ചു. അവൻ്റെ റിപ്പോർട്ടുകളെല്ലാം മാതാവിനെ തൊട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ ഇവൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്, ഞാൻ 15 ദിവസവും കൂടി ലീവ് നീട്ടിയെടുത്തു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അടുത്ത വർഷം സാക്ഷ്യം പറയാനായിട്ട് ഞാൻ തന്നെ വരും. ഈ പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറയാൻ വന്നതാ, എനിക്ക് സാധിച്ചില്ല. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എല്ലാ ടെസ്റ്റുകളും ഞാൻ ചെയ്തു നോക്കും, എൻ്റെ മോൻ്റെ റിപ്പോർട്ട് നോർമലായതിനു ശേഷമായിരിക്കും ഞാൻ സാക്ഷ്യം പറയാൻ വരുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രാവശ്യം വന്നു, അവൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്തു, അവൻ്റെ സ്കാൻ ചെയ്തു, CT എടുത്തു. അങ്ങനെ ഒരു സംഭവമേ അവനില്ല, അവനിപ്പോൾ നോർമൽ അവസ്ഥയിലായി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവന് ഈ കൊളോണോസ്കോപ്പിക്ക് വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ HB ഹെവി ആയിരുന്നു, 17.7. 14 years ബേബി ആയിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും HB പാടില്ല എന്ന്. അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം വന്നപ്പോൾ അവൻ്റെ അടുത്ത ടെസ്റ്റുകളായി അമൃതയിൽ HBയുടെ എല്ലാ ടെസ്റ്റുകളും അവൻ്റെ AB1 AB2 അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു. 10 ദിവസത്തിനുള്ളിൽ അവൻ്റെ റിപ്പോർട്ട് വന്നു, പോളിസൈത്തീമിയ വേര. അതായത് അവർ സജസ്റ്റ് ചെയ്തത് കറക്റ്റായിട്ട് വന്നില്ല, അതിനകത്ത് ക്യാൻസറിൻ്റെ സെൽസ് ഉണ്ടോ എന്നുള്ളത് നോക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി. അടുത്ത ടെസ്റ്റ് എടുത്തു, ബോൺമാരോ. അങ്ങനെ അവൻ്റെ അടുത്ത ടെസ്റ്റ് ബോൺമാരേക്ക് എടുത്തു. അപ്പോൾ അത് ഓൺകോളജിയിലേക്കാണല്ലോ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, ദൈവമേ, ഏതൊരമ്മയും പേടിക്കുന്ന പോലെ എൻ്റെ മോനെ ഓൺകോളജിയിലേക്കാണല്ലോ ടെസ്റ്റിന് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ അവനെ അവിടെ കൊണ്ടുപോയി, അവിടെ ചെന്നു, അവൻ്റെ ടെസ്റ്റെല്ലാം എടുത്തു, റിപ്പോർട്ട് വന്നു. ഞാൻ അന്നേരം എനിക്ക് ആദ്യം പറയുന്നെങ്കിലും ഞാൻ ഓർത്തു, ഞാൻ അമ്മയുടെ കുഞ്ഞാണല്ലോ, എൻ്റെ മക്കളെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ അമ്മയെ അറിഞ്ഞപ്പോൾ ഞാൻ അമ്മയെ ഏൽപ്പിച്ചതാണല്ലോ. പിന്നെ എനിക്ക് നല്ല ധൈര്യമായി, ഞാൻ കൂളായി, എനിക്ക് ഒരു ഇതുമില്ല, ഞാൻ നല്ല കൂളായിട്ട് നടന്നു. എനിക്കറിയാമായിരുന്നു എൻ്റെ മകന് ഒന്നും സംഭവിക്കില്ല എന്ന്.
ഞാൻ പിന്നീട് മാതാവിനോട് ഇത്ര മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, മാതാവേ ആ ബ്ലഡ് റിപ്പോർട്ടിൽ അറ്റ്ലീസ്റ്റ് 3, 6 അല്ലെങ്കിൽ 1 വർഷം മെഡിസിൻ കഴിക്കാനുള്ള എന്തെങ്കിലും ആക്കി കുറച്ച് തന്നെ അനുഗ്രഹിക്കണമെന്ന്. കഴിഞ്ഞ ബുധനാഴ്ച അവൻ്റെ റിസൾട്ട് വന്നു, ബോൺമാരോ നെഗറ്റീവ്. ഒരു മെഡിസിനും അവൻ എടുക്കണ്ട. പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്യണം, അവൻ്റെ HB 16 ആവുന്നിടം വരെ അവൻ്റെ ബ്ലഡ് ലെറ്റ് ഔട്ട് ചെയ്യണം. കഴിഞ്ഞ ബുധനാഴ്ച അവൻ്റെ 180 ml ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അവൻ്റെ ടെസ്റ്റ് ചെയ്ത് HB 16 വരെ എത്തുന്നിടം വരെ അവൻ്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ 3 മന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഫോളോ അപ്പ് ഉണ്ട്. പക്ഷേ അവന് ഇത്രയും ഇതുണ്ടായിട്ടും ഒരു മെഡിസിൻ പോലും ഇല്ല, ഒള്ളി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. അല്ല എങ്കിൽ അവന് സ്ട്രോക്ക് വരാം, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബ്ലഡ് ക്ലോട്ടാണ് അവൻ്റെ. അങ്ങനെ മാതാവ് അവനെ അനുഗ്രഹിച്ചു. പിന്നെ അവൻ്റെ ഈ പ്രോബ്ലം ഒക്കെ കാരണം അവന് 9 നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല. അവൻ എല്ലാ വിഷയങ്ങൾക്കും തോക്കുമായിരുന്നു. ആകെ 3 വിഷയത്തിനാണ് അവൻ ജയിച്ചത്. 10ലേക്ക് കടത്തണമോ വേണ്ടമോ എന്ന് ടീച്ചേഴ്സ് ഞങ്ങളെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അവന് ജയിക്കുവാനുള്ള മാർക്ക് ലാസ്റ്റ് എക്സാമിൽ നൽകി അനുഗ്രഹിക്കുന്നു. അവന് പാടുള്ള വിഷയങ്ങൾക്ക് ജയിക്കുവാനും അല്ലാത്ത വിഷയങ്ങൾക്ക് അവന് അത്യാവശ്യം നല്ല മാർക്കുമായി അവൻ 10 വിഷയത്തിനും പാസ്സായി. അവൻ ഈ പ്രാവശ്യം 10ലേക്ക് അവൻ കയറി. അടുത്തതായിട്ട് എനിക്ക് എൻ്റെ കണ്ണിന് അലർജി ഉണ്ടായിരുന്നു. ജോസഫ് അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി എനിക്ക് 2 വർഷമായി കണ്ടിന്യൂ അലർജി ആയി ഞാൻ മെഡിസിൻ ഒഴിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ 5-6 മാസമായിട്ട് ഞാൻ മെഡിസിൻ ഇപ്പോൾ ഒഴിക്കുന്നില്ല. പിന്നെ ആത്മീയതയിലേക്ക് ഇതിൽ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി ദേഷ്യമുണ്ടായിരുന്നു. മറ്റുള്ളവരോട് ഇപ്പോൾ കരുണ കാണിക്കാൻ പറ്റുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. അമ്മയോട് എന്തും ചോദിക്കാതെ ഞാൻ ഒരു കാര്യവും ചെയ്യൂല. ഞാൻ എപ്പോഴും അമ്മയുടെ രൂപവും കാശിരൂപവും ഫോട്ടോയും എൻ്റെ ബാഗിലുണ്ടായിരിക്കും. യെസ് ഓർ നോ എന്ന് എഴുതിയൊരു പേപ്പറും ഉണ്ടായിരിക്കും. ഞാൻ ചെറിയൊരു കാര്യത്തിന് പോകുമ്പോഴും ഞാൻ യെസ് ഓർ നോ എന്ന് എഴുതി വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയുടെ മുമ്പിൽ എഴുതിയിട്ടിട്ട് ഞാൻ എടുത്താൽ യേസാണ് കിട്ടണമെങ്കിൽ അത് എത്ര കഷ്ടപ്പെട്ട് എത്ര പ്രയാസമുള്ളതാണെങ്കിലും എനിക്കത് അമ്മ നടത്തി തരും. നോയാണെങ്കിൽ പിന്നെ ഞാൻ സങ്കടപ്പെടാറില്ല, അത് അതിൻ്റെ വഴിക്ക് ഞാൻ വിടാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് അമ്മയുടെ മകളായിട്ട് ജീവിക്കാനുള്ള ഒരു കരുണയാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് കിട്ടിയത്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയത് നമ്മുടെ കൃപാസന പത്രം അതിലെയും ഇതിലെയും എല്ലാവരും ഇട്ടിട്ട് പോകുന്നു. ഞാനതെല്ലാം കളക്ട് ചെയ്ത് ബാഗിലാക്കും. അത് കഴിയുമ്പോൾ ഞാനത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. എനിക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ ഏറ്റവും സങ്കടമായി തോന്നിയ ഒരു കാര്യം, പത്രം അലക്ഷ്യമായി എല്ലാവരും കളഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയത്. ഞാൻ എത്ര ഇതാന്ന് പറഞ്ഞാലും നിലത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ അവരുടെ ഇടയിൽ നിന്നും ആ പത്രം എടുക്കും, ഞാൻ എൻ്റെ ബാഗിൽ വെക്കും. കാരുണ്യപ്രവൃത്തികളായിട്ട് സ്കൂളുകൾ തുറക്കുമ്പോൾ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഈസ്റ്ററിന് 19 പേർക്കുള്ള ഫുഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കൂടെ ഇരുന്നാണ് ഞങ്ങൾ ഉണ്ടത്. പിന്നെ എപ്പോഴും ഇടയ്ക്ക് ഞങ്ങൾ എല്ലാ വൃദ്ധസാധനങ്ങളിലേക്കിടയും കൊടുക്കാറുണ്ട്. പിന്നെ ആര് സഹായം ചോദിച്ചു വന്നാലും കഴിവിൻ്റെ പരമാവധി എനിക്ക് ശാരീരികമായി ആർക്ക് സഹായിക്കാൻ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം എനിക്ക് സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന പണം അങ്ങനെ അവർക്ക് കൊടുത്ത് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. അല്ലാണ്ട് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഇതെല്ലാം എൻ്റെ അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 23-ാം സങ്കീർത്തനം നമ്മളോട് പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. ഈ സഹോദരിയുടെ സാക്ഷ്യം, അഞ്ജു എന്ന ഈ സഹോദരിയുടെ സാക്ഷ്യം ഒരു തകർപ്പൻ സാക്ഷ്യമായിട്ട് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. തൻ്റെ പപ്പയുടെ സാക്ഷ്യത്തെക്കുറിച്ചായിരുന്നു, രോഗാവസ്ഥയെക്കുറിച്ചായിരുന്നു അഞ്ജു പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ പപ്പ വെൻറ്റിലേറ്ററിൽ കയറ്റിയതിന് ശേഷം എപ്പോഴാണ് മരണം, 50-50 ഡോക്ടേഴ്സ് പറഞ്ഞു, 50 ലൈഫ് 50 ഡെത്ത് എന്ന ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ടാണ് ഈ പപ്പയെ ഹോസ്പിറ്റലിലേക്ക് കയറ്റിയത്. ഇവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഈ സഹോദരിയും ഇവരുടെ കുടുംബവും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. മാധ്യസ്ഥം അപേക്ഷിച്ച് മുട്ടിൽ നിന്ന് സഹോദരി പ്രാർത്ഥിച്ചു, എനിക്ക് പപ്പയെ തിരിച്ചു തരണം. അത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. എങ്ങനെ തിരിച്ചു തരണം? മെഡിക്കേഷൻ കൈവിടുന്ന അവസ്ഥയാണ്. പക്ഷേ ഇവരുടെ പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് കൊടുത്ത് പപ്പയെ അത്ഭുതകരമായി ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന വലിയ സാക്ഷ്യം നമ്മൾ ഏറ്റെടുത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ വിസ, ഇവരുടെ നാട്ടിലേക്ക് വരാനുള്ള ഭയങ്കരമായ അസ്വസ്ഥതകളെല്ലാം ഈ സഹോദരി നമ്മളോട് പറയുകയുണ്ടായി. എല്ലാം ഒരു
മിറാക്കുലസ് അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചത്. തൻ്റെ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എൻ്റെ മക്കൾക്ക് ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി അവരുടെ വിസ അപ്രൂവ് ചെയ്ത് അവർക്ക് വരാനും പോകാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് തങ്ങളുടെ വീട്ടിലെ ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന അവരുടെ മക്കളുടെ മനോഹരമായൊരു പരിപാടി അവർക്ക് നടത്തുവാനായി സാധിച്ചു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തൻ്റെ മകൻ ഇത്രയേറെ ഒരു വയറുവേദനയിൽ നിന്ന് തുടങ്ങി ഒരു ബോൺമാരോ നെഗറ്റീവ് ആകുന്നത് വരെയുള്ള വലിയൊരു സാക്ഷ്യം സഹോദരിയോട് പറയുകയുണ്ടായി. അതുമൂലം ആ ട്രീറ്റ്മെൻറ്റ് പീരീഡിൽ മകന് 9ാം ക്ലാസ്സിൽ നിന്ന് 10th കടന്നു പോകാനുള്ള ഒരു വളരെ മെറിറ്റ് കുറവായിരുന്നു. അപ്പോൾ അഞ്ജു എപ്പോഴും തൻ്റെ തന്നെ മെറിറ്റിൽ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്നപ്പോൾ, ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ, ഇനി എൻ്റെ മെറിറ്റിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കും വിധം പരിശുദ്ധ അമ്മ അഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. തൻ്റെ മകനെ 10th പാസ്സാകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി. 9ാം ക്ലാസ്സിൽ അവന് കൃത്യമായി പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും 10ാം ക്ലാസ് പാസ്സാകാനുള്ള വലിയൊരു കൃപ മകന് നൽകി. അതുപോലെ തന്നെ സഹോദരിയുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമൊക്കെ നമ്മളോട് വിവരിക്കുകയുണ്ടായി. തൻ്റെ സഹോദരങ്ങൾക്കും ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കുമെല്ലാം തൻ്റെ കയ്യിലുള്ള ഇൻകം അനുസരിച്ച് സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്നു. വിശേഷവിധിയായി ഈ സഹോദരി ചെയ്തു എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു തീരുമാനം പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ആളുടെ കയ്യിൽ എപ്പോഴും 2 ചിറ്റുണ്ട്, യെസ് ഓർ നോ. എനിക്ക് ഏതാണ് ഉചിതമെന്ന് പരിശുദ്ധ അമ്മ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് യെസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് അമ്മയുടെ തീരുമാനമാണ്, നോ ആണ് കിട്ടുന്നതെങ്കിൽ അത് അമ്മയുടെ ഹിതമാണ്, ഈശോ അത് അനുവദിക്കുന്നില്ല എന്ന് സഹോദരി ഏറ്റു പറയുന്നു. അങ്ങനെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ കുടുംബമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും വലിയൊരു കൈയടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം.